Guys, welcome to Impulse. നമ്മൾ നോക്കാൻ പോകുന്ന TCA സൈക്കിൾ അല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിളാണ്. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് TCA സൈക്കിൾ എന്ന് പറഞ്ഞുതരാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ ഈസ് പൈറുവേറ്റ് കൺവേർഷൻ ആണ്. പൈറുവേറ്റ് കൺവേർഷൻ ചെയ്യുക, രണ്ട് സിട്രേറ്റ് ഫോർമേഷൻ ചെയ്യുക, പിന്നെ സൈക്ലിക് പ്രോഗ്രഷൻ ആൻഡ് സൈക്ലിക് കംപ്ലീഷൻ ആണ്. ഇത്രയുമാണ് TCA സൈക്കിൾ നടക്കുന്നത്. സോ പൈറുവേറ്റ് കൺവേർഷൻ നടക്കുക. സോ പൈറുവേറ്റ് ഈസ് ഓക്സിഡേറ്റീവ്ലി ഡീകാർബോക്സിലേറ്റ് ടു അസിറ്റിൽ coenzyme A. So pyruvate is oxidatively decarboxylate to acyl coenzyme A in the mitochondrial matrix. So mitochondrial matrix pyruvate oxidatively decarboxylate ചെയ്ത് acyl coenzyme ആയിട്ട് മാറുന്നു. ഇനി സിട്രേറ്റ് ഫോർമേഷൻ ആണ്. ഈ അസറ്റിൽ CoA പിന്നെ കണ്ടൻസ് ചെയ്ത് ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് മാറും ടു ഫോം സിട്രേറ്റ്. അസിൽ CoA കണ്ടൻസ് ചെയ്ത് ഓക്സാലോ അസറ്റേറ്റ് ടു ഫോം സിട്രേറ്റ് കാറ്റലൈസ് ബൈ സിട്രേറ്റ് സിന്തറ്റേസ്. സോ ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് സിട്രേറ്റ് സിന്തറ്റേസ് വെച്ചിട്ടായിരിക്കും. സോ ഇത് നിങ്ങൾ മറന്നു പോയാൽ കുഴപ്പമില്ല, വിട്ടേക്കൂ, ബാക്കിയെങ്കിലും ഓർത്ത് വെക്കാം. So next one is cycle progression ആണ്. A series of reaction converts citrate through various intermediate releasing carbon dioxide and generating reducting equivalent. So basically ഒരു സീരീസ് ഓഫ് കൺവേർഷൻസ് ഒക്കെ നടക്കുന്നത് കൊണ്ടും സീരീസ് ഓഫ് റിയാക്ഷൻസ് ആയതുകൊണ്ടും അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ റിലീസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സൈക്കിൾസ് പിന്നെയും പ്രോഗ്രസ് ആവുന്നു. പിന്നെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്സാലോ അസറ്റേറ്റ് റീജനറേറ്റ് ചെയ്തതിന് ശേഷം റെഡി ടു ആക്സെപ്റ്റ് അനദർ അസിൽ കോഎൻസൈം A. സോ ബേസിക്കലി എന്ത് ചെയ്യുന്നു, ഈ ഓക്സാലോ അസറ്റേറ്റ് ജനറേറ്റ് ആയിട്ട് പിന്നെ ഒന്നും കൂടെ അസിൽ CoA മോളിക്യൂളിനെ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിൽ വീണ്ടും മാറി വരുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണ് എന്ത് TCA സൈക്കിളിന്റെ ഒരു ഓവർവ്യൂ പറയുവാണെങ്കിൽ. സോ ഇത് നമ്മുടെ ഓവർവ്യൂ എങ്ങനെയാണ് അടക്കുക, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. ഇനി ഇത് എന്താണ് കീ സ്റ്റെപ്പുകൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ സിട്രേറ്റ് ഫോർമേഷനിൽ എങ്ങനെയാണ് കണ്ടൻസേഷൻ ഓഫ് അസിൽ CoA വിത്ത് ഓക്സൽ അസറ്റേറ്റ് ടു ഫോം സിട്രേറ്റ് കാറ്റലൈസ് ബൈ സിട്രേറ്റ് സിന്തറ്റേസ്. സോ ബേസിക്കലി ഞാൻ ഇവിടെ അസിൽ CoAന്റെ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞല്ലോ, വിത്ത് ഓക്സൽ അസറ്റേറ്റ് ടു ഫോം സിട്രേറ്റ്. സോ ഇവിടെ കാറ്റലൈസ് ബൈ സിട്രേറ്റ് സിന്തറ്റേസ്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ. ഇനി ഐസോസിട്രേറ്റ് ഫോർമേഷൻ. സോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സിട്രേറ്റ് ടു ഐസോസിട്രേറ്റ് വിയ സിസ് അസോനേറ്റ് ആൻഡ് കാറ്റലൈസ് ബൈ അക്കോനേറ്റ്സ്. സോ ഇവിടെ ഐസോസിട്രേറ്റ് ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് അക്കോനേറ്റ്സ് വെച്ചിട്ടായിരിക്കും. അത് മാത്രമല്ല സിട്രേറ്റ് ഐസോസിട്രേറ്റ് ആവുന്ന എങ്ങനെയാണ്, സിസ് അക്കോനേറ്റ് വഴിയിട്ടാണ് എന്നുള്ളതാണ്. ആൻഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ഓഫ് ഐസോസിട്രേറ്റ് ടു ആൽഫ കീറ്റോ ഗ്ലൂട്ടനേറ്റ് കാറ്റലൈസ് ബൈ ഐസോസിട്രേറ്റ്. സോ ഈ റിയാക്ഷനിൽ കാറ്റലൈസ് ചെയ്യുന്നത് ഐസോസിട്രേറ്റ് ആണ്, അല്ലെങ്കിൽ ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് എന്നുള്ളതാണ്. സോ ബേസിക്കലി ആൽഫ കീറ്റോ ഗ്ലൂട്ടനേറ്റ് ഫോർമേഷനിൽ ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് കാറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. സോ ഐസോസിട്രേറ്റ് ആണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടനേസ് ആയിട്ട് മാറുന്നത് കേട്ടോ. നെക്സ്റ്റ് സക്സൽ CoA ഫോർമേഷൻ ആണ്. ഇവിടെ ഉണ്ടായ ആൽഫ കീറ്റോ ഗ്ലൂട്ടനേറ്റിലെ അത് സക്സൽ CoA ആയിട്ടും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുകയും പിന്നെ എന്ത് ചെയ്യുന്നു, ആൽഫ കീറ്റോ ഗ്ലൂട്ടനേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ് വെച്ചിട്ട് കാറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യം സിട്രേറ്റ് ഫോം ചെയ്യുന്നു, ഐസോസിട്രേറ്റ് ആകുന്നു, പിന്നെ ആൽഫ കീറ്റോ ഗ്ലൂട്ടനേറ്റ് ഫോർമേഷൻ ആൻഡ് സക്സൽ CoA ഫോർമേഷൻ നടക്കുന്നു. ഇത്രയും പ്രോസസ്സ് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയും കീ സ്റ്റെപ്സ് ആണ്, മറന്നു പോകരുത്. ഇനി ഈ TCA സൈക്കിൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. സക്സിനേറ്റ് ഫോർമേഷൻ നടക്കും, അതായത് conversion of succinyl CoA to succinate catalyzed by succinyl CoA synthetase generating GTP. So ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, ഒരു ഓർമ്മയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെഡിങ് എങ്കിലും പഠിച്ചു വെക്കുക. ഹെഡിങ് തുരുതുരാ എഴുതി റൗണ്ടായിട്ട് വലിയ പടമായിട്ട് വരച്ച് വെക്കുക കേട്ടോ. സോ കൺവേർഷൻ ഓഫ് സക്സിനൽ CoA ടു സക്സിനേറ്റ്. സക്സിനൽ CoA എന്ന് സക്സിനേറ്റ് മാറുന്നു. ഇവിടെ നടക്കുന്ന കാറ്റലിസ്റ്റിക് റിയാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, സക്സിനൽ CoA സിന്തറ്റേസ് ആണ്. ആൻഡ് എന്ത് ജനറേറ്റ് ചെയ്യും, GTP ജനറേറ്റ് ചെയ്യും. ഇനി ഫ്യൂമറേറ്റ് ഫോർമേഷൻ ആണ്. ഈ ഓക്സിഡേഷൻ സക്സിനേറ്റ് ടു ഫ്യൂമറേറ്റ്, ഈ സക്സിനേറ്റ് നിന്നു ഫ്യൂമറേറ്റ് ആയിട്ട് ഓക്സിഡേഷൻ നടക്കുന്നു, കാറ്റലൈസ് ബൈ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. എന്ത് ചെയ്യുന്നു, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് വഴി കാറ്റലൈസേഷൻ നടക്കുന്നു. ഓക്സിഡേറ്റ് ഓഫ് സക്സിനേറ്റ് ടു ഫ്യൂമറേറ്റ് ആണ്. ഇനി മാലേറ്റ് ഫോർമേഷൻ ആണ്. ഹൈഡ്രേഷൻ ഓഫ് ഫ്യൂമറേറ്റ് ടു മാലേറ്റ്, ഈ ഫ്യൂമറേറ്റ് നിന്നും മാലേറ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നു ആൻഡ് കാറ്റലൈസ് ബൈ ഫ്യൂമറേറ്റ് ആണ്. ഇനി ഓക്സാലോ അസറ്റേറ്റ് റീജനറേഷൻ ആണ്. ഓക്സിഡേഷൻ ഓഫ് മാലേറ്റ് ടു ഓക്സൈൽ അസറ്റേറ്റ്. മാലേറ്റ് എന്ത് ചെയ്യുന്നു, ഓക്സൈൽ അസറ്റേറ്റ് ആയിട്ട് മാറണമല്ലോ അല്ലേ. സോ കാറ്റലൈസ് ബൈ മാലേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. ആരാണ്, കാറ്റലൈസ് ബൈ മാലേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. കംപ്ലീറ്റിംഗ് ദി കംപ്ലീറ്റ് സൈക്കിൾ. സോ TCA സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഇത് കാണാതെ പഠിക്കാതെ അല്ലാതെ വേറെ മനസ്സിലാക്കി പഠിക്കാനൊരു ഉപയോഗം ഇല്ല. എനിക്കത് ജസ്റ്റ് പറഞ്ഞു തരാനേ പറ്റുള്ളൂ, അല്ലാണ്ട് മനസ്സിലാക്കി ഒന്നും പറയാൻ പറ്റില്ല. ഈ കോളം
നിർബന്ധമായിട്ടും പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗം വരും. എത്ര GTP, എത്ര NADH, എത്ര FADH2 യൂസ് ചെയ്യുന്നു എന്ന് വരയ്ക്കാൻ പറ്റും. എളുപ്പമാണ്, ഭയങ്കര നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. ആകെപ്പാടെ ഐസോസിട്രേറ്റിലും ആൽഫ കീറ്റോ ഗ്ലൂട്രേറ്റിലും NADP 1 പിന്നെ മാലേറ്റിലും 1 മാത്രമേ ഉള്ളൂ. അത് കൺവേർഷൻ നടക്കുന്ന സമയത്ത് NADH. പിന്നെ വരുന്നത് വെച്ചാൽ സക്സൽ ടു ഫ്യൂമറേറ്റിൽ FADH2 ഒരു മോളിക്കൂളും ആൻഡ് GTPയിലാണെങ്കിൽ സക്സൽ കോയ് ടു സക്സനേറ്റിൽ ഒരെണ്ണം ഉണ്ടാവുന്നു. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങളോട് നോക്കുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ മതി. കണ്ടോ, ഈ ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോയിന്റിനെ ഈ ടേബിളായിട്ട് മാറ്റുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഇങ്ങനെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും, പേപ്പർ നിറയുന്നുള്ളതാണ്. സോ വൈറ്റമിൻ ഇൻ ദ TCA സൈക്കിൾ. വൈറ്റമിൻ എന്തെങ്കിലും കാര്യമായിട്ട് ഉപയോഗമുണ്ടോ? ഉണ്ട്. റൈബോഫ്ലേവിൻ B2, നിയാസിൻ B3, തൈമിൻ B1 ആൻഡ് പാന്തോസിക് ആസിഡ് B5. സോ റൈബോഫ്ലേവിൻ ആണ് FADH ഫോം ചെയ്യാനും കോഫാക്ടറിൻ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജനസ് കോംപ്ലക്സിനും സക്സനേറ്റ് ഡീഹൈഡ്രോജനേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഫോം FAD എ കോഫാക്ടറിൻ ആൽഫ, അതായത് നമ്മുടെ ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജനസ് കോംപ്ലക്സിനെ സക്സനൽ ഡീഹൈഡ്രോജനസിൻ്റെയും ഒരു കോഫാക്ടർ ആണെന്നുള്ളതാണ്. ഈ ഫോം FAD ആണ്. നിയാസിനാണ് NAD ഉണ്ടാക്കുന്നത്, കോഫാക്ടർ ഓഫ് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനസ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് തൈമിൻ B1 ആണെങ്കിൽ ഡൈഫോസ്ഫേറ്റും കോഎൻസൈം ഫോർ ഡീകാർബോക്സിലേസ് ഇൻ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഒക്കെയാണ്, അതിനും കോഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ്. ആൻഡ് പാന്തോസിക് ആസിഡ് B5 ആണെങ്കിൽ പാർട്ട് ഓഫ് കോഎൻസൈമിന്റെ ഒരു പാർട്ടാണ് പാന്തോസിക് ആസിഡ്, കോഫാക്ടർ ഓഫ് അസൽ കോയെ ആൻഡ് സക്സൽ കോയെ. ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ സൈക്കിളിനകത്ത് പല സ്ഥലങ്ങളിലും ഈ വൈറ്റമിൻസുകൾ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ വൈറ്റമിൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. സോ TCA സൈക്കിൾ ഇൻ ഫാറ്റി ആസിഡ് സിന്തസിസ്. സോ ഫാറ്റി ആസിഡ് സിന്തസിസിൽ TCA സൈക്കിൾ എങ്ങനെയാണ്? ഫസ്റ്റ് വൺ ഇസ് അസിൽ കോയെ ഉണ്ടാവുക എന്നുള്ളതാണ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജൻസ് കൺവേർട്ട് ടു പൈറുവേറ്റ് ടു അസിൽ കോയെ ഇൻ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിൽ പൈറുവേറ്റ് ഡീഹൈഡ്രോജൻസ് എന്ത് ചെയ്യുന്നു, പൈറുവേറ്റിനെ അസിൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 2 സിട്രേറ്റ് സിന്തസിസ് ആണ്. അവിടെ അസിൽ കോയെ കമ്പൈൻ വിത്ത് ഓക്സാലോ അസറ്റേറ്റ്, അസിൽ കോയ എന്ത് ചെയ്യുന്നു, ഓക്സാലോ അസറ്റേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് സിട്രേറ്റ് ഫോം ചെയ്യുന്നു. പിന്നെ സിട്രേറ്റ് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, സിട്രേറ്റ് ട്രാൻസ്പോർട്ട് ഫ്രം മൈറ്റോകോൺട്രിയ ടു സൈറ്റോസോൾ, മൈറ്റോകോൺട്രിയയിൽ നിന്ന് സൈറ്റോസോളിലേക്ക് മാറ്റുന്നു. പിന്നെ സിട്രേറ്റ് ക്ലീവേജ് നടക്കുന്നു, ATP സിട്രേറ്റ് ലയേസ് ക്ലീവേജ് നടക്കുന്നു അസിൽ കോയയിൽ ഇൻ സൈറ്റോസോൾ ഫോം ഫാറ്റി ആസിഡ്. അങ്ങനെ നിന്ന് ഫാറ്റി ആസിഡ് നടക്കുന്നു. സിട്രേറ്റിന്റെ ക്ലീവേജ് നടന്നുകൊണ്ട് ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കുന്നു. ATP സിട്രേറ്റ് ലയേസ് ക്ലീവേജ് ടു അസറ്റിൽ കോയി ഇൻ സൈറ്റോസോൾ. സോ ATP സിട്രേറ്റ് ലയേസ് ക്ലീവേജ് നടക്കുന്നു എവിടെ, ടു അസറ്റിൽ കോയി ഇൻ സൈറ്റോസോൾ ടു ഫോം ഫാറ്റി ആസിഡ്. എളുപ്പമാണ്. അസറ്റിൽ കോയി ഫോം നടക്കുന്നു, സിട്രേറ്റ് സിന്തസിസ് നടക്കുന്നു, സിട്രേറ്റ് ട്രാൻസ്പോർട്ട് നടക്കുന്നു ആൻഡ് സിട്രേറ്റ് ക്ലീവേജ് നടക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് HMB ഷണ്ട് പാത്വേ? സോ ലൊക്കേഷൻ പറയുവാണെങ്കിൽ എക്സ്ട്രാ മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. എക്സ്ട്രാ മൈറ്റോകോൺട്രിയൽ സോലബിൾ പ്രോട്ടീൻസ് ഓഫ് സെൽസ് ആണ്. ഒക്കേഴ്സ് ഇൻ എക്സ്ട്രാ മൈറ്റോകോൺട്രിയൽ സോലബിൾ പ്രോട്ടീൻസ് ഓഫ് സെൽസ് ആണ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ. ഫംഗ്ഷൻ പറയുവാണെങ്കിൽ NADPH ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഫാറ്റി ആസിഡും സ്റ്റിറോയിഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി. ഒന്നും കൂടെ പറയാം, NADPH ഫോം ചെയ്യാനും ഫോർ ഫാറ്റി ആസിഡ് സ്റ്റിറോയിഡ് സിന്തസിസ്. ഫംഗ്ഷൻ 2 പറയുവാണെങ്കിൽ സിന്തസിസ് ഓഫ് റൈബോസ് ഫോർ ന്യൂക്ലിയോടൈഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ഫോർമേഷൻ. സോ എന്താണ് സിന്തസിസ് ഓഫ് റൈബോസ് ഫോർ ന്യൂക്ലിയോടൈഡും ന്യൂക്ലിക് ആസിഡ് ഫോർമേഷനുള്ള റൈബോസ് സിന്തസിസിനും ആര് ഹെൽപ്പ് ചെയ്യാറുണ്ട്? HMB ഷണ്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ HMB ഷണ്ടിൻ്റെ പാത്വേ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് 1 ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഓക്സിഡേഷൻ ആണ്. സോ ഇവിടെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ടു 6-ഫോസ്ഫോ ഗ്ലൂക്കോ ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അങ്ങനെ NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് കൺവേർട്ട് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ടു 6-ഫോസ്ഫോ ഗ്ലൂക്കോ ന്യോ ലാക്ടേറ്റ് പ്രൊഡ്യൂസിങ് NADPH. സ്റ്റെപ്പ് 2 പറയുവാണെങ്കിൽ ലാക്ടോനേസ് ആക്ഷൻ ആണ്. ഈ പറഞ്ഞ 6-ഫോസ്ഫോ ഗ്ലൂക്കോനോ ലാക്ടോൺ സ്പോണ്ടേനിയസ്ലി ഹൈഡ്രോളൈസ് ചെയ്യും. എന്തായിട്ട്? ടു 6-ഫോസ്ഫോഗ്ലൂക്കോണേറ്റ് ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്യും. പിന്നെ കാറ്റലൈസ് ബൈ ലാക്ടോനേസ്. ഇനി അടുത്ത സ്റ്റെപ്പ് 3 പറയുവാണെങ്കിൽ 6-ഫോസ്ഫോഗ്ലൂക്കോനേറ്റ് ഡീഹൈഡ്രോജനേഷൻ ആണ്. നമുക്ക് ഉണ്ടായ 6-ഫോസ്ഫോഗ്ലൂക്കോനേറ്റ് ഡീഹൈഡ്രോജനേസ് കൺവേർട്ട് ചെയ്യും. എന്തായിട്ട്? 6-ഫോസ്ഫോഗ്ലൂക്കോനേറ്റ് ടു റൈബോസുൾ 5-ഫോസ്ഫേറ്റ്. ഒന്നും കൂടെ പറയാം, 6-ഫോസ്ഫോഗ്ലൂക്കോനേറ്റ് ടു റൈബോസ് 5-ഫോസ്ഫേറ്റ് പ്രൊഡ്യൂസിങ് അനദർ NADPH. കണ്ടോ, ഇവിടെ NADPH പ്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ NADPH പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അനദർ NADPHും പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്.
ഇനി സ്റ്റെപ്പ് 4 പറയുവാണെങ്കിൽ ഐസോമറൈസേഷൻ ആണ്. ഫോസ്ഫറ്റോനേറ്റ് ഐസോമർ കൺവേർട്ട് റൈബോസും 5-ഫോസ്ഫേറ്റ് ടു റൈബോസ് 5-ഫോസ്ഫേറ്റ്. സോ റൈബുലോസ് 5-ഫോസ്ഫേറ്റ് റൈബോസ് 5-ഫോസ്ഫേറ്റ് ആയിട്ട് സ്റ്റെപ്പ് 4 ലാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നു. സോ ഫസ്റ്റ് വൺ ഇസ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഓക്സിഡേഷൻ, പിന്നെ ലാക്ടോനേസ് ആക്ഷൻ വരുന്നു, പിന്നെ 6-ഫോസ്ഫോ ഗ്ലൂക്കനേറ്റ് ഡീഹൈഡ്രോജനേഷൻ ആൻഡ് ഐസോമറൈസേഷൻ. മറന്നു പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്ലൂക്കോനിയോജനസിസ് ആണ്. സോ ബേസിക്കലി നമ്മൾ ഈ ഗ്ലൂക്കോനിയോജനസിസ് എന്താണെന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കുറച്ച് പാർട്ടാണ്. സോ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കോസർ. നോ കാർബോഹൈഡ്രേറ്റ് പ്രിക്കോസിൽ നിന്ന് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൈമറി സൈറ്റ് ലിവറിലാണ്. കണ്ടീഷൻ പറയുവാണെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എടുക്കാതെ വരുന്നു, പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എടുക്കുന്നു, വിശക്കുന്ന സമയത്താണ് ഈ ഗ്ലൂക്കോനിയോജനസിസ് ഉണ്ടാകുന്നത്. പർപ്പസ് പറയുവാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഡയറ്ററി കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കേട്ടോ. എളുപ്പമാണ്. നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കോസർ ആണ്, കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന കാര്യമാണ്. സബ്സ്ട്രേറ്റ് ഫോർ ഗ്ലൂക്കോനിയോജനസിസ്. സോ സബ്സ്ട്രേറ്റ് ആരൊക്കെയാണ്? ഗ്ലിസറോൾ ഉണ്ട്, ലാക്റ്റേറ്റ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്. എന്താ ഗ്ലിസറോൾ? റിലീസ്ഡ് ഡ്യൂറിങ് ഹൈഡ്രോലൈസിസ് ഓഫ് ട്രൈ അസൈൽ ഗ്ലൈക്കോസോൾ ഇൻ അഡിപ്പോസ് ടിഷ്യൂ ആൻഡ് ലിവർ. സോ എവിടെയാണ് നടക്കുക? റിലീസ് ഡ്യൂറിങ് ഹൈഡ്രോലൈസ്. ഹൈഡ്രോലൈസ് ചെയ്യണം മാത്രമേ, അല്ലെങ്കിൽ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോഴാണ് എന്ത് വരിക? ഗ്ലിസറോള് റിലീസ് ചെയ്യുക. എന്തിൻ്റെ? ഓഫ് ട്രൈ അസൈൽ ഗ്ലിസറോൾ. എവിടെ? ഇൻ അഡിപ്പോസ് ടിഷ്യൂ ആൻഡ് ലിവർ. അഡിപ്പോസ് ടിഷ്യൂവിലും ലിവറിലും ട്രൈ സൈക്കിൾ ഗ്ലിസറോളിൻ്റെ ഹൈഡ്രോളിസ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കും? ഗ്ലിസറോൾ റിലീസ് ചെയ്യും. ഇൻ ലാക്റ്റേറ്റ് ആണ്. റിലീസ് ബൈ എക്സസൈസിങ് സ്കെൽറ്റൽ മസിൽ ആൻഡ് സെൽ ലാക്കിംഗ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ അളവ് കുറവുള്ള സെല്ലിലും സ്കെൽറ്റൽ മസിൽ ഉണ്ടായിരിക്കും. ആൻഡ് ലൈക്ക് ആർ ബി സി ഒക്കെ ലാക്കിംഗ് ചെയ്യില്ല. വളരെ അളവ് കുറവാണെങ്കിൽ ലാക്റ്റേറ്റ് ഫോം ചെയ്യും. ഇനി അമിനോ ആസിഡ് ആണെങ്കിൽ ഡിറൈവ്ഡ് ഫ്രം ഹൈഡ്രോലൈസ് ഓഫ് ടിഷ്യൂ പ്രോട്ടീൻ മേജർ സോഴ്സ് ഡ്യൂറിങ് ഫാസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അമിനോ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ നമ്മുടെ ടിഷ്യൂവിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ ഡിറൈവ് ചെയ്യുന്ന ഒരു ഹൈഡ്രോലൈസബിൾ പ്രോട്ടീൻ എന്നാണ് അമിനോ ആസിഡിനെ പറയുക. സോ ഗ്ലിസറോൾ, ലാക്റ്റേറ്റ് ആൻഡ് അമിനോ ആസിഡ്. മറന്നു പോകരുത്. സോ കീ സ്റ്റെപ്പ് ഇൻ ഗ്ലൂക്കോനിയോജനസിസ് ആണ്. സോ ഇത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, അപ്പം വളരെ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുന്നുമുണ്ട്. റെഫറൻസും കൂടെ വായിക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് പൈറുവേറ്റ് ടു ഓക്സിൽ അസ്റ്റേറ്റ് ആണ്. Pyruvate carboxylase catalyze the ATP dependent carboxylation of pyruvate to oxaloacetate. So first കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് pyruvate to oxaloacetate ആണ്. So ATP dependent carboxylation ആണ് കേട്ടോ, മറന്നു പോകരുത്. So next one is oxalate to phosphophenol pyruvate ആണ്. So ഈ phosphophenol pyruvate carboxylase convert oxaloacetate to ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് യൂസിങ് GTP ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഫോസ്ഫോഫിനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ഇല്ലേ, അത് കാറ്റലൈസ് ചെയ്യും. കാറ്റലൈസ് ദ ഹൈഡ്രോലൈസ് ഓഫ് ഫ്രക്ടോസ്. അത് ഈ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് ഹൈഡ്രോലൈസ് ചെയ്യാനായിട്ട് അവിടെ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് കാറ്റലൈസ് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ കാറ്റലൈസേഷൻ റിയാക്ഷൻ വഴിയിട്ടാണ് ഈ ഒരു കൺവേർഷൻ നടക്കുന്നത്. ആൻഡ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ടു ഗ്ലൂക്കോസ്. പിന്നെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്തായിരുന്നു? ഹൈഡ്രോലൈസ് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി പിന്നെ ഫ്രീ ഗ്ലൂക്കോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പൈറുവേറ്റ് ടു ഓക്സലേറ്റ്, ഓക്സലസ്റ്റേറ്റ് ടു ഫോസ്ഫാൻ പൈറുവേറ്റ്, പിന്നെ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആൻഡ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ടു ഗ്ലൂക്കോസ്. So gluconeogenesis from amino acid and propionate ആണ്. So gluconeogenic amino acid. So amino acid that can be converted to glucose, most are converted to intermediate of the citric acid cycle through transamination of ഡീഅമിനേഷൻ. ഒന്നെങ്കിൽ ട്രാൻസാമിനേഷനോ അല്ലെങ്കിൽ ഡീഅമിനേഷൻ സമയത്താണ് ഈ ഗ്ലൂക്കോണിക് അമിനോ ആസിഡ് ഉണ്ടാകുന്നത്. സോ അമിനോ ആസിഡ് നമുക്ക് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അമിനോ ആസിഡ് നമുക്ക് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് കൺവേർട്ട് ആവുക? സിട്രിക് ആസിഡ് സൈക്കിളിൽ ഇടയിൽ വെച്ചിട്ടാണ് കൺവേർട്ട് ആവുക. എപ്പോഴാണ്? ത്രൂ ട്രാൻസാമിനേഷൻ അല്ലെങ്കിൽ ഡീമിനേഷൻ വഴി. നെക്സ്റ്റ് വൺ ഈസ് പ്രൊപ്പിയോനേറ്റ് ആണ്. മേജർ സോഴ്സ് ഓഫ് ഗ്ലൂക്കോസ് ഈസ് റുമിനൻസ്. Enter gluconeogenesis via the citric acid cycle after conversion to succinyl-CoA. So basically ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ മേജർ സോഴ്സ് ഓഫ് ഗ്ലൂക്കോസും റുമിനൻസ് ആണെന്നുള്ളതാണ്. സോ എൻ്റെ ഗ്ലൂക്കോനിയോജനസിസ് വിയ ദ സിട്രിക് ആസിഡ് സൈക്കിൾ. സിട്രിക് ആസിഡ് സൈക്കിൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോനിയോജനസിസ് എൻട്രി ചെയ്യുന്നത്. എപ്പോഴാണ്? ആഫ്റ്റർ കൺവേർഷൻ ടു സക്സൈൽ-CoA. സക്സൈൽ-CoAന്റെ കൺവേർഷന് ശേഷമാണ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് നടക്കുക, ഗ്ലൂക്കോനിയോജനസിസ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ സക്സൈൽ-CoA, സിട്രിക് ആസിഡ് സൈക്കിൾ ആൻഡ് ഗ്ലൂക്കോനിയോജനസിസ് മറന്നു പോകരുത് കേട്ടോ.
എനിക്കറിയാം കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ വേറെ ഒരു രക്ഷയില്ല കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഗ്ലൂക്കോനിയോജനസ് ഫ്രം ഗ്ലിസറോൾ. ഗ്ലൂക്കോനിയോജനസ് ഫ്രം ഗ്ലിസറോൾ ആണ്. ഫസ്റ്റ് വൺ ഇസ് ഗ്ലിസറോൾ റിലീസ് ആണ്. ട്രൈഗ്ലിസറൈഡ്സ് ഇൻ അഡിപ്പോസ് ടിഷ്യൂ ആർ ഹൈഡ്രോലൈസ് റിലീസിങ് ഗ്ലിസറോൾ. സോ നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂലുള്ള ട്രൈഗ്ലിസറൈഡ്സുകൾ ഹൈഡ്രോലൈസ് ചെയ്ത് എന്ത് റിലീസ് ചെയ്യും? ഗ്ലിസറോൾ റിലീസ് ചെയ്യും. ലിവർ ട്രാൻസ്പോർട്ട് ചെയ്യും. ലിവർ എന്ത് ചെയ്യുന്നു? ഗ്ലിസറോൾ ഇസ് ട്രാൻസ്പോർട്ട് ടു ലിവർ ഡ്യൂ ടു ലാക്ക് ഓഫ് ഗ്ലിസറോൾ കൈനേസ് ഇൻ അഡിപ്പോസ് ടിഷ്യൂ. സോ അഡിപ്പോസ് ടിഷ്യൂവിലെ ഗ്ലിസറൽ കൈനേസിന്റെ അളവ് വളരെ കുറവായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഫോസ്ഫോറിലേഷൻ ആണ്. ഗ്ലിസറോൾ ഈസ് ഫോസ്ഫോറിലേറ്റ് ടു ഗ്ലിസറോൾ 3-phosphate ബൈ ഗ്ലിസറോൾ കൈനേസ് ഇൻ ദ ലിവർ. സോ ഗ്ലിസറോൾ എന്ത് ചെയ്യുന്നു? ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു ടു ഗ്ലിസറോൾ 3-phosphate ബൈ ഗ്ലിസറോൾ കൈനേസ്. ഗ്ലിസറോൾ കൈനേസ് ആണ് എവിടെ? ലിവറിൽ. ആൻഡ് ഓക്സിഡേഷൻ, ഫൈനലി ഓക്സിഡേഷൻ ആണ്. സോ അങ്ങനെ ഗ്ലൂക്കോനിയോജനസ് പാത്ത് ഫർദർലി എൻറ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുക. സോ ഗ്ലിസറോൾ 3-phosphate ഇസ് ഓക്സിഡൈസ് ടു ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഒന്നും കൂടെ പറയാം. ഗ്ലിസറോൾ 3-phosphate ഇസ് ഓക്സിഡൈസ് ടു ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എൻട്രിങ് ഗ്ലൂക്കോനിയോജനസ്. ഗ്ലൂക്കോനിയോജനസിലേക്ക് എൻട്രി ചെയ്യുന്നു. അങ്ങനെ പാത്ത് ഫർദർലി കണ്ടിന്യൂ ചെയ്യുന്നു. സോ കുറച്ചധികം പഠിക്കാനുണ്ട്. വരച്ചും വായിച്ചും ഒക്കെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ വായിക്കാം കേട്ടോ, ഒരുപാട് വായിച്ച് സൈക്കിൾ തന്നെ പഠിക്കുക. റെഫറൻസ് നോട്ട് എന്തായാലും വായിക്കുക. നെക്സ്റ്റ് ആണ്. താങ്ക് യു.